ഏത് സ്നേഹിതന്മാരെ മറ്റൊന്ന് ഇസ്ലാം മതം ഞെരുക്കാക്കിയത് ഈ ഹാർമോണിയം കേൾക്കാൻ പാടില്ല, അത് ശൈത്താന്റേതാണ്. വിനോദങ്ങൾ, പാട്ട്, സംഗീതം പാടില്ല, സംഗീതോപകരണങ്ങൾ പാടില്ല. ഇസ്ലാം എത്ര സുന്ദര മതമാണ് സുഹൃത്തുക്കളെ. കാരണം ഹാർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? കുടുകുടൂന്നൊരു പാട്ടല്ലേ. ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട്. ഇസ്ലാം പ്രായോഗിക മതത്തിൽ ഇങ്ങനെ പൊത്താൻ പറ്റുമോ? എന്താ ഇസ്ലാമിൽ മൗലിക തത്വം? ഇസ്ലാം പ്രകൃതി മതല്ലേ. അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കണില്ല. ഒരു സംഗീതോപ്പന നബിന്റെ കാലത്തുള്ള ഒരൊറ്റ സംഗീതോപ്പന നബി വിരോധിച്ചിട്ടില്ല. അതേ സമയത്ത് നിബന്ധന ഉണ്ട്. വസദ്ദുന്നാൻ ദിക്രില്ലാഹി വ ഇഖാമി സ്വലാത്തി എന്നുള്ള പറഞ്ഞു. നിസ്കാരത്തിന് തടസ്സമാവരുത്, അതുപോലെ തന്നെ പടച്ചോനെ ഓർക്കണതിനും തടസ്സമാവരുത്. ഇത്ര മാത്രം. അല്ലാതെ എത്ര ഹദീസ് ഉണ്ട്, 100 കണക്കിന് ഹദീസ് ഞാൻ എഴുതി തരാം. നബി സംഗീതം കേട്ടത്, പാട്ട് കേട്ടത്. ഇനി ബുഖാരി മുസ്ലിമിൽ കാണാൻ സുഹൃത്തുക്കളെ, ഒരു സഹാബിന്റെ വീട്ടിൽ അതിഥി വന്നാലേ ഒരു ഹാർമോണിയം പാടിച്ച്, ഡഫല്ല ഹാർമോണിയം തന്നെ, മിസ്മഹർ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. ഒരു സഹാബിന്റെ വീട്ടിൽ വിരുന്നാർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹാർമോണിയം പഠിപ്പിച്ചു. ഈ ഹാർമോണിയം ഇങ്ങനെ കേൾക്കും മനസ്സിലാവുന്ന എന്നാ വീട്ടിൽ വിരുന്നാർ വന്നിക്കണ്. പിന്നെ ഒരു വാറോല ഹദീസ് മാത്രമാണ് ഇവർക്കുള്ളത്. നബി പറഞ്ഞ അവസാന കാലഘട്ടം വരുമ്പം മആസിഫ് അനുവദിക്കും, പട്ട അനുവദിക്കും, ഇങ്ങനെ കൂട്ടർ വരുന്ന. അത് പരമ്പര മുറിഞ്ഞ മുൻകത്തിയ ഹദീസാ. ബുഖാരി തന്നെ മുൻകത്തിയ പരമ്പര അല്ല ഉച്ചരിക്കുന്നത്. ഇനി സഹിയാന്ന് വന്നാൽ തന്നെ മആസിഫ് എന്ന അശ്ലീല ഗാന, അശ്ലീല ഗാനാണ് ഉദ്ദേശിച്ചത്. അശ്ലീല ഗാനങ്ങൾ അനുവദിക്കുന്ന അർത്ഥം. അപ്പൊ അശ്ലീല ഗാനങ്ങൾ മാത്രമാണ് ഇസ്ലാം മതം വിരോധിച്ചത്. ഇനി മറ്റത് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അശുറാഉ യത്തബിഉൽ ആബു എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും പുണ്യകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ സംഗീതം തെറ്റില്ല, പാട്ട് തെറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ബുഖാരി മുസ്ലിം കൊട്ടക്കണക്കിന് ഹദീസ് കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പള്ളിയിൽ വരെ ഒരു മീറാബ് സ്ഥാപിച്ചിരുന്ന, പള്ളിയിൽ നിന്ന് പാട്ട് പാടിയിട്ട് ശത്രുക്കൾക്ക് മറുപടി പറയാൻ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. പിന്നെ സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ഞങ്ങൾ പാട്ട് പാടിയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബിസാസം പറഞ്ഞ്, വാളുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ച നിങ്ങൾക്ക് എന്താണ് നാവ് കൊണ്ട് പ്രതിരോധിക്കണേന്ന്. നീ നബി എന്നെ സംഗീതം പാടിയതില്ലേ? നബിന്റെ കൈ മുറിഞ്ഞ് അല്ലന്തില്ല ഇസ്ബഹുന്ദേ മീതി അഫീ സബീലില്ലാഹി മാല കീതി. അഹ്സാബ് യുദ്ധത്തിൽ നബി ഇങ്ങനെ പാട്ടുകൂടുക, വൽ മുശ്രികൂന ഖദ് ബഔ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന. അവിടത്തുമ അബൈന 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 നബി പറയുന്ന മുശ്രിക്കന്മാർ ഇങ്ങോട്ട് വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ അടിയറ വെക്കൂല, അടിയറ വെക്കൂല, അടിയറ വെക്കൂല. മുഹമ്മദ് നബിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്ന സഹീഹ് ബുഖാരി കാണാം. അശ്ലീല ഗാനം മാത്രം, ഒരു ഉപകരണം വിരോധിച്ചിട്ടില്ല. എത്ര ഹദീസും കൂടി ഇതാക്കാൻ. നബി പെരുന്നാണ്ടന്ന് നബി ആയിഷാബിന്റെ വീട്ടിൽ വന്ന് ആ പെൺകുട്ടികൾ മിസ്മാർ പ്രത്യേകം പറയുന്നുണ്ട്, ഹാർമോണിയ ദഫല്ല, ഹാർമോണിയം പാടിച്ച് പാട്ട് കേടുക. അപ്പൊ നബി അതിങ്ങനെ കേട്ട് കടന്ന്. അപ്പൊ അബൂബക്കർ വന്നിട്ട് പറഞ്ഞു, മിസ്മാറു ശൈത്താനി ഇന്ദ റസൂലില്ല. ആയിഷാനക്ക് കുട്ടികൾ ഇഞ്ഞും മാറിയിട്ടില്ലല്ലേ, പിശാച്ചിന്റെ ഹാർമോണിയം നബിന്റെ അടുത്ത് വെച്ചിട്ട് പാടിപ്പിച്ചു ചോദിച്ചു. നബി അലദാഹുമായ അബൂബക്കർ, അബൂബക്കർ അവിടെ വിട്ടണ. ലികുല്ലി ഖൗമിൻ ഈദുൻ വഹാദാ ഈദുന, എല്ലാവർക്കും ആഘോഷമുണ്ട്, നമുക്ക് പാട്ട് പാടാനുള്ളതാന്ന് പറഞ്ഞു. അപ്പം ചില സെൽഫികൾ പറയാം, അത് പെരുന്നാളല്ലേ എന്നാ. പെരുന്നാൾ ഇസ്ലാം മതം ഹറാം അനുവദിക്കോ? ഇസ്ലാം മതം മറ്റേ ഓണത്തിന് ക്രിസ്തുമത്തിന്റെ ഒക്കെ മാതിരിയാ. പെരുന്നാണ്ട് അന്ന് വരെ നമ്മൾ പറഞ്ഞ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നല്ലേ. പടച്ചോനെ നീയാണ് വലുത്, നീയാണ് വലുത് എന്നാ. ആ പെരുന്നാൾ തന്നെ കഴിച്ചാറാൻ പാടില്ല. പെരുന്നാൾ ഹറാമാണ്. പെരുന്നാണ്ടന്ന് മുഹമ്മദ് നബി എന്ത് ചെയ്യൂല, അനുവദിക്കൂല. എന്നിട്ട് ഒരു കുട്ടി കഥാപ്രസംഗം പഠിച്ചിട്ട് എന്താണ് ഇതാക്കിയാലോ, ഒന്നുമില്ല എന്നർത്ഥം. ആണ് പെണ്ണിന്റെ ആണിന് വേഷം കെട്ടാൻ പാടില്ല, അത്ര മാത്രം.